എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളാണെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഓസ്ട്രേലിയയിലെ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഏതാ സിറ്റി നിങ്ങൾക്കറിയാവോ? പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മെൽബൺ. മെൽബൺ ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ സിഡ്നിയിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ മെയിൻ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് മെൽബൺ ആയിരുന്നു. കാരണം നമുക്കറിയാം കൂടുതലും അവിടെ ഉള്ളത് മലയാളികളാണ്. അപ്പോൾ മെയിൻ നമ്മൾ നോക്കുന്ന മലയാളികൾ കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് അങ്ങോട്ട് പോകുക, അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ചേട്ടൻ ഇവിടെ ആയതുകൊണ്ട് ഞാൻ സിഡ്നി പ്രിഫർ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ മെൽബൺ ട്രിപ്പ്, അതും റോഡ് ട്രിപ്പിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ വെജിറ്റേഷൻ, ഓരോ പ്ലേസ് ബൈ പ്ലേസ് നമ്മൾ പോകുമ്പോൾ നമുക്ക് സിഡ്നി ടു മെൽബൺ വെജിറ്റേഷൻ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് നിന്നൊക്കെ മനസ്സിലാകും. ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള ബാരൻ ലാൻഡുകളുണ്ട്. പിന്നെ ഈ മൊട്ടക്കുന്ന് പോലത്തെ കുറേ സ്റ്റീപ്പി ഏരിയാസ് ഉണ്ട്. പിന്നെ കുറേ ഗ്രീനി ഏരിയാസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ അടങ്ങിയ ഒരു റോഡ് ട്രിപ്പാണ് നമ്മുടെ മെൽബൺ റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ആണെങ്കിൽ ഈ റോഡ് ട്രിപ്പിൻ്റെ സമയത്ത് നമ്മളെല്ലാം കരുതണമല്ലോ. അപ്പോൾ ചേട്ടന് ഇങ്ങനെയൊക്കെ പോയി പരിചയമുള്ളത് കൊണ്ട് അവനാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഫ്യൂവൽസ് കൈ കരുതിയിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ ഫുഡ്, പിന്നെ സ്പെയർ ടയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കരുതി വെക്കണം ഒരു റോഡ് ട്രിപ്പ് പോകുമ്പോൾ. കാരണം ഇടയ്ക്ക് വഴിയിലൊന്നും ഒരു കടയും കാണത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ ദൂരത്ത് മാറിയിട്ടായിരിക്കും ഒരു സ്റ്റോർ കാണുക. ഇതൊക്കെ ഒരു ഇങ്ങനെ പാറക്കല്ല് പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മൾ നൈറ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഏർലി മോർണിംഗ് എന്ന് പറയത്തില്ല, ഒരു 8 o'clock 9 o'clock ആ ടൈം ആയപ്പോഴാണ് നമ്മളൊന്ന് ചെന്നത് മെൽബണിൽ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അടിപൊളി ഇഡലി കഴിച്ചു, പിന്നെ നമ്മുടെ വടയും കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. കുറേ നാൾ കൂടി ഞങ്ങൾ ട്രൈ ചെയ്തതായിരുന്നു. അപ്പോൾ അത് നല്ലതായിരുന്നു. പിന്നെ പറയുവാണെങ്കിൽ മെൽബൺ സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നോക്കിയാലും ഒരു മലയാളീനെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അത് സിഡ്നിയിലെ കമ്പയർ ചെയ്യുവാണെങ്കിൽ മെൽബണിൻ്റെ ഒരു പോസിറ്റീവാണെന്ന് തോന്നുന്നു. കാരണം പുതുതായിട്ട് ചെല്ലുന്ന പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റിൽ ചെയ്യാനും പിന്നെ ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു മെൽബൺ ആയിരിക്കും ഒന്നും കൂടെ ബെസ്റ്റ് ചോയ്സ് എന്ന് എനിക്ക് തോന്നുന്നു സിഡ്നീനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ. പിന്നെ ഇത് അവിടുത്തെ ഏതോ ഒരു ബിൽഡിങ്ങാണ്. ഏത് ബിൽഡിങ്ങാണെന്ന് എന്നോട് ചോദിക്കരുത്. പക്ഷെ നല്ല ഒരു ആർക്കിടെക്ചറൽ ആയിട്ട് നല്ല ഒരു കൺസ്ട്രക്ഷനായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ അവിടുത്തെ യോച്ചി ട്രൈ ചെയ്തു. ഇത് ഒരു നല്ല ഒരു സംഭവമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് തൈരിൻ്റെ അകത്ത് എന്തോ ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് തരുന്ന സംഭവമാണ്, നല്ലതായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കണ്ടു. പിന്നെ മെൽബൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിറ്റി ഫുൾ ഓഫ് ലൈഫാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി സിഡ്നിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സിഡ്നി താമസിച്ച ഒരാൾ മെൽബണിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ആ മെൽബൺ കുറച്ച് സ്ലോ ആയിട്ട് നമുക്ക് തോന്നും. കാരണം സിഡ്നി എന്ന് പറയുമ്പോൾ ഭയങ്കര സിറ്റി, ഫാസ്റ്റ് മൂവിങ് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ മെൽബണിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ കുറച്ച് സിഡ്നിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് മാത്രം തോന്നിയതാണോ അതോ എന്നെപ്പോലെ വേറെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യുക. പിന്നെ പറയുകയാണെങ്കിൽ നൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ട്രിപ്പൊക്കെ പോയി. മെയിൻലി നമ്മൾ പോയ സ്ഥലം എന്ന് പറയുന്നത് ഫ്രാങ്സ്റ്റൺ ബീച്ച്, അങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ ആയിരുന്നു നമ്മൾ പോയത്. എന്നായാലും അടിച്ചു പൊളിച്ചു എന്ന് പറയാം. ഡ്രൈവ് ചെയ്ത് ഫുള്ളും ചേട്ടനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒരാളെയും കൂടെ കരുതണം കൂട്ടത്തിൽ. ഇത് നമ്മൾ അവിടെ കണ്ട ഒരു അടിപൊളി ബിൽഡിംഗ് ആണ്. ഈ നൈറ്റ് ടൈം ആകുമ്പോൾ നമുക്ക് നൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 12 o'clock അത് കഴിഞ്ഞാലും ഇവിടെ ആൾക്കാർ ഈ പുറത്തോട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി സേഫാണ്. അങ്ങനെ ജെൻഡർ ബയാസ് ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെ നമുക്ക് പറയുള്ളൂ. എല്ലായിടവും അങ്ങനെ ഞാൻ പറയത്തില്ല, കാരണം 1-2 റയോട്ടും 1-2 ആക്രമണവും അവിടെ ഇവിടെയൊക്കെ കാണും. പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. പിന്നെ ഞാൻ കുറേ നാളുകൾ കൂടിയാണ് നമ്മുടെ പോതപ്പുല്ല് കണ്ടത്, അതും മെൽബണിൽ. അതും നല്ലതായിട്ട് തോന്നി. പിന്നെ ഇത് നൈറ്റിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയാണ് ലൈറ്റ് കൊണ്ട് നല്ല ഇലുമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ്. പിന്നെ ഇതാ നമ്മുടെ പൊറോട്ട, അതും കണ്ടു, അതും നല്ലതായിരുന്നു, കഴിച്ചു. പിന്നെ സ്ട്രീറ്റിൽ കൂടെ പോയപ്പോൾ കുറച്ച് പിക്സ് ഒക്കെ കണ്ടു, അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തതാണ്, ജസ്റ്റ് റാൻഡം പിക്സ്. നമ്മുടെ നമ്മുടെ നോട്ട് കളക്ഷൻ പോലത്തെ സംഭവം
അതാണെന്ന് തോന്നുന്നത്. അത് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നി. പിന്നെ നമ്മുടെ ഈസ്റ്റർ ബണ്ണി പോലത്തെ സംഭവം, ഇത് നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്ത് എന്തോ ഒരു കേക്ക് പോലത്തെ സംഭവം. ആ മോളിൽ കാണുന്നത് നമ്മുടെ റോസ് പെറ്റൽസ് ആണ്. പിന്നെ ഇത് അവിടെ കണ്ട ഒരു സംഭവം കേട്ടോ, നമ്മുടെ ഒരു ചെറിയ നൈറ്റ് ലാമ്പ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ ഷോപ്പിംഗ് സെക്ഷനിൽ പോയപ്പോൾ അവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ജസ്റ്റ് ഞാൻ പിക്സ് എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വിശന്നപ്പോൾ നമ്മൾ ടാക്കോസ് ഒക്കെ ട്രൈ ചെയ്തു. അതിൻ്റെ കുറച്ച് ഇമേജസ് ആണിത്. ടാക്കോ നല്ല സൂപ്പർ സാധനം കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ വരുന്നത് ഇതാണ് നമ്മുടെ മെൽബണിലെ നൈറ്റ് മാർക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ എന്നൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. എവറി മന്ത് ആണോ വീക്കാണോ അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷെ അവിടെ പോയപ്പോൾ ഞാൻ കണ്ടാണ് ഇത് പഴയ ഗ്രാമഫോൺ അതിൻ്റെയൊക്കെ ഒരു കളക്ഷൻസ്, പണ്ടത്തെ കാലത്ത് തൊട്ടുള്ള കളക്ഷൻസാണിത്. അത് ഞാൻ എല്ലായിടത്തും കാണുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നല്ല തിരക്കായിരുന്നു. ഇവിടെ നമുക്ക് കുറേ സ്റ്റോറുകൾ കാണാം. മെയിൻലി BBQ സെക്ഷൻ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ റോഡ് ട്രിപ്പിന് പോയപ്പോൾ അവിടുത്തെ പോസ്റ്റാണ്. ആ പോസ്റ്റ് ഒരു എന്തോ വല്ലാത്തൊരു, നമ്മളിപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് റോബോട്ടിൻ്റെ ഫീൽ എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ക്യാപ്ചർ ചെയ്തതാണ്. പിന്നെ അവിടുത്തെ ട്രീസ്, നമ്മൾ ഒരു ഫോറസ്റ്റ് എന്ന് പറയാം, അതിൻ്റെ ഒരു ഉൾക്കാട്ടിലൂടെ പോയാൽ അടുത്തൊന്നും വീട് പോലും ഇല്ല, രണ്ട് സൈഡിലും കാട് പോലത്തെ സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മരങ്ങൾ കണ്ടപ്പോൾ അതിൻ്റെ ഓരോ മരത്തിൻ്റെ ഷേപ്പ് ഓരോന്ന് പോലെയാണ് നമ്മൾ കാണുമ്പോൾ. രാത്രി ഒന്നും തന്നെ പോകരുതേ പേടിയുള്ളവർ, കാരണം എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ തൊട്ട് പുറകെ ഒരു വണ്ടി പോലും കാണത്തില്ല. നമ്മുടെ വണ്ടി മാത്രമായിരിക്കും ഒരു കാട്ടിലൂടെ പോകുന്നത്. പിന്നെ ഇത് നമ്മളാണെങ്കിൽ ഫ്രാങ്ക്സ്റ്റൺ ബീച്ചിലെത്തിയതാണ്. അവിടെ ഒരു ഹെലികോപ്റ്ററൊക്കെ പറന്നു പോകുന്നത് ഞാൻ കണ്ടാൽ അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാതെ ഇരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബീച്ചാണ്. ഉച്ച ടൈമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ഒരു 2 o'clock 3 o'clock ആ ടൈമിലായിരുന്നു. നമുക്ക് ഈ ഹെലികോപ്റ്റർ വേണമെങ്കിൽ റൈഡ് ചെയ്യാം, നമ്മൾ എക്സ്ട്രാ പേ ചെയ്താൽ മതി. പിന്നെ ഞങ്ങൾ പോയ വഴിക്ക് ഈ സ്വാൻ പോലത്തെ ഒരു സംഭവത്തെ കണ്ടു. അതാണ് ഞാൻ അടുത്തേക്ക് ഇന്ന് പിടിക്കാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല, ഓടിപ്പോവായിരുന്നു. ആകെ ഇമേജ് മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരാളത്തെ ഞാൻ പിടിച്ചോണ്ട് വന്നേനെ. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, അങ്ങനെയൊന്നും പിടിക്കാൻ പാടില്ല. ഇവിടെ റൂൾസൊക്കെ ഉണ്ട്, അതിന് അഗൈൻസ്റ്റാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് ആരും പോയി പിടിച്ചേക്കരുത്. പിന്നെ ഞാൻ ഈ വാട്ടറി ഏരിയസ് നോക്കിയപ്പോൾ ഒത്തിരി പേർ അവിടെ ചൂണ്ട ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ചൂണ്ട ഇട്ടപ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഓഫ് മീനും കുഞ്ഞുങ്ങളെ കണ്ടത്. അപ്പോൾ നിങ്ങളും കണ്ടു നോക്കിക്കാൻ നല്ല രസമില്ല. അതിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനെ ആരും ക്യാപ്ചർ ചെയ്യത്തില്ല, കാരണം അത് പിന്നെ വളർന്നിട്ട് വേണ്ട വലിയ മീനായിട്ട് ഇവർക്ക് പിന്നെയും പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ ആരും ക്യാപ്ചർ ചെയ്യത്തില്ല, അല്ലാതെ വലിയ മീനുകളെ പിടിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയല്ല ഇങ്ങനെ ഗ്രൂപ്പായിട്ട് മീനുകൾ പോകുന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എൻ്റെ ഫസ്റ്റ് ടൈമായിരുന്നു ഇങ്ങനെ മീനെയൊക്കെ കാണുന്നത്. ഈ ലോങ് വീഡിയോ ഇട്ടേക്കുന്നതെന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഒരു കമ്പൈലേഷനാണ്. അപ്പോൾ ഇത് നമ്മൾ നൈറ്റ് മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ നമുക്ക്
പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇത് നമ്മുടെ മണി ബാങ്ക് പണപ്പെട്ടി പോലത്തെ സാധനങ്ങളാണ്. നല്ല അമേസിങ്, നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല, കുറച്ച് കൺഫ്യൂസിങ് ആയത്. നമ്മൾ പ്രത്യേക പാറ്റേണൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ചെടുത്തിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഓപ്പൺ ആക്കിയാൽ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഞാൻ പരീക്ഷ നോക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാത്തിലും പണിയാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നല്ല ആയിരുന്നു, പക്ഷെ അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. നിങ്ങൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ അത്യാവശ്യം കയ്യിൽ എമൗണ്ട് വെച്ചിട്ട് വേണം പോകാൻ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെപ്പോഴും കാണുന്ന കാഴ്ചയല്ല, ഇത് നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ബോട്ട് പോലത്തെ സംഭവമാണ്. അകത്തൊരു ഡൈനിങ് ഏരിയ ആണ് ഇവർ സെറ്റ് ആക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്നായിരുന്നു ഈ ബോട്ട് പോലത്തെ സംഭവം മൂവ് ചെയ്ത് ആ സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഹോട്ടൽ പോലെ ഫങ്ഷൻ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും എൻ്റെ ഫസ്റ്റ് കാഴ്ചയായിരുന്നു ഇതെന്നൊക്കെ പറയാം. നമ്മൾ വണ്ടടിച്ചിരുന്ന് പോകത്തില്ല. ഞാൻ ഇങ്ങനെ പൊളിച്ച് കുറച്ച് നേരം അത് നോക്കിയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ BBQ സെഷനാണ്. പിന്നെ അവിടുത്തെ ആകാശമൊക്കെ, ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ആകാശം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെയിറ്റ് ആകാശം പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഒരു കർവ്ഡ് ആകാശമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർ. പിന്നെ ഇത് നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ട കുറച്ച് പെട്ടികളും സേഫ് കീപ്പിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. നല്ല പാറ്റേൺസാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ, എന്നാലും നല്ല രസമുണ്ട് കാണാൻ.
ഇങ്ങനെ ഞങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു മെൽബൺ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിയാണ്. അപ്പോൾ തിരിച്ചു പോരുന്ന വഴി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഏർലി മോർണിംഗ് ആണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര ഫോഗിയായിരുന്നു, നമുക്കൊന്നും കാണത്തില്ല, നമുക്ക് പുറകെയുള്ള വണ്ടികളൊന്നും കാണത്തില്ല, എല്ലാവരും ഹസാർഡ് ലൈറ്റ് ഒക്കെ ഇട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ നോർമൽ ക്യാമറയിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫോഗി ഒരു വൈറ്റ് ലെയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഇനി അപ്കമിങ് ആയിട്ടുള്ള ഈ ഇമേജ് കാണുന്നത് പോലെ ഒരു വൈറ്റ് ഫോഗി ലെയർ പോലെ തോന്നും. പക്ഷെ നല്ല ട്രിപ്പായിരുന്നു. എല്ലാവരും ഒരു റോഡ് ട്രിപ്പ് പോയി നോക്കണം. പക്ഷെ കെയർഫുൾ ആയിരിക്കണം, വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കൈ കരുതിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ഫോളോ ചെയ്യണം. താങ്ക്